ഹലോ, നാളെ ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. രാത്രി വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കേണ്ടല്ലോ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടത്. എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ മട്ടിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങി. കേശു ആണെങ്കിലോ ചെന്ത പാടതെ ഇതേ പിടിച്ചു. പിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോന്നു. എന്നാൽ നെക്സ്റ്റ് ഞാൻ എന്ന് പറഞ്ഞ് കുക്കു ചേച്ചി അവിടെ വെയിറ്റിംഗ് ആണ്. പിന്നീട് ഞങ്ങളുടെ അച്ഛൻ്റെ വീരസാഹസികമാണ്. What did he say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more. ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാലോ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് ഇത് അടുത്ത ആളുടെ കാണുന്നത്. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അങ്ങനെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നാളെ നടത്താറുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തുകൊണ്ട് ഇന്ന് നൈറ്റ് 12 മണിക്ക് നടത്തിക്കൂടാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഒരു ട്രിപ്പ് പോവാം ബർത്ത്ഡേ ആയിട്ട്. സോ ഞങ്ങൾ പ്ലാനെല്ലാം മാറ്റി ഇന്ന് ബർത്ത്ഡേ ആക്കാൻ തീരുമാനിച്ചു. കേക്കൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി. ബട്ട് ഇതൊന്നും അച്ഛനറിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. കൃത്യം 12 മണിയായപ്പോൾ ഞങ്ങൾ അച്ഛൻ സർപ്രൈസ് കൊടുത്തു. അച്ഛൻ ശരിക്കും ഞെട്ടിയിരുന്നു. അച്ഛൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അച്ഛൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഞങ്ങളത് അടിപൊളിയാക്കുമെന്ന് ഞങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പിന്നീട് അമ്മയുടെ സ്നേഹ സമ്മാനം അച്ഛന് കൊടുത്തു, ഞങ്ങളുടേതായ ഒരു കുഞ്ഞു ഗിഫ്റ്റും. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുക്കു ചേച്ചിൻ്റെ വക ഒരു ചെറിയ പാട്ടും ഉണ്ടായിരുന്നു. പാട്ടെല്ലാം കേട്ടിരിക്കുമ്പോഴാണ് അച്ഛന് പെട്ടെന്നൊരു മൈക്കിൾ ജാക്സൺ കയറിയത്. നല്ല നാട് തീരന്ന